Hi friends, Assalamu alaikum. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ബാക്കി വന്നിട്ടുള്ള ഇടിയപ്പം വെച്ചിട്ട് ചെയ്യാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്വീറ്റിന്റെ റെസിപ്പി ആയിട്ടാണ്. ഇത് വളരെ വേഗം ഉണ്ടാക്കി എടുക്കാനും പറ്റും. കഴിക്കാൻ നല്ല ടേസ്റ്റ് ആണ്. കുട്ടികൾക്കും മുതിർന്നവർക്കും ഒക്കെ ഒരേപോലെ ഇഷ്ടപ്പെടുന്ന ഒരു സ്വീറ്റ് ആണ്. അപ്പോൾ ഇത് ഞാൻ ഇടിയപ്പം വെച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത്. ഇതിന് പകരമായിട്ട് നിങ്ങൾക്ക് ഇതിലേക്ക് സേമിയ വെച്ചിട്ടും ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ ആദ്യമായിട്ട് ആരെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ ദയവ് ഇതൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം. കാരണം ഒരുപാട് പേര് സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നത്, അതുകൊണ്ടാണ്. അപ്പോൾ ഇതിനായിട്ട് ഞാനിവിടെ ഇടിയപ്പം എടുത്തിട്ടുണ്ട്. ഇത് ഇടിയപ്പം ഒന്ന് നന്നായിട്ടൊന്ന് കൈ കൊണ്ടൊന്ന് പിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു 2 കപ്പ് ഇടിയപ്പം ഉണ്ട്. അപ്പോൾ ഒരു 5-6 ഇടിയപ്പമൊക്കെ ബാക്കി വന്നു കഴിഞ്ഞാൽ ഇതേപോലെ ചെയ്തെടുത്താൽ മതി. അപ്പോൾ സേമിയ എടുക്കുകയാണെങ്കിലും ഒരു 2 കപ്പ് എടുത്താൽ മതി. ഇതിലേക്ക് ഞാൻ ഇടിയപ്പം ആയതുകൊണ്ട് കുക്ക് ചെയ്തിട്ടുള്ളതായതുകൊണ്ട് 2 കപ്പ് മാത്രമാണ് പാലെടുത്തിട്ടുള്ളത്. പിന്നെ നെയ്യ് വേണം, കുറച്ച് കപ്പലണ്ടി എടുത്തിട്ടുണ്ട്, അതുപോലെ കുറച്ച് ഉണക്കമുന്തിരിയും വേണം. പിന്നെ പഞ്ചസാരയും ഒരു 2 ടേബിൾ സ്പൂൺ റവയൊക്കെ ചേർക്കുന്നുണ്ട്. അപ്പോൾ ആദ്യം ഒരു പാൻ ചൂടാകാനായിട്ട് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഇനി 1 സ്പൂൺ നെയ്യ് ചേർക്കാം. വളരെ കുറച്ച് മാത്രമേ നെയ്യ് ചേർക്കുന്നുള്ളൂ. ഇനി ഇതിലേക്ക് ഇപ്പോൾ കാഷ്യൂനട്ടാണ് എടുക്കുന്നതെങ്കിൽ അതായാലും കുഴപ്പമില്ല, നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. അപ്പോൾ കപ്പലണ്ടി എടുത്തിട്ടുണ്ട്. ഇത് റോസ്റ്റ് ചെയ്യാതുള്ള പച്ചയ്ക്കുള്ള ഒരു ഇതായതുകൊണ്ട് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്ത് കൊടുത്തിട്ട് അതിലേക്ക് ഉണക്കമുന്തിരിയോടെ ചേർത്തിട്ട് ഇതിൽ നിന്നും കോരി മാറ്റാം. ഇനി ഇതിലേക്ക് ഇടിയപ്പം ചേർത്ത് കൊടുക്കാം. അപ്പോൾ നിങ്ങൾ സേമിയാണ് എടുക്കുന്നതെങ്കിൽ നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. ഇടിയപ്പം ആയതുകൊണ്ട് ഒരുപാട് അങ്ങ് റോസ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല, നന്നായിട്ട് തന്നെ അങ്ങ് വന്നോളും. അതുമല്ല ഒട്ടി പോകത്തൊന്നുമില്ല, വിട്ട് തന്നെ നമ്മൾ കട്ട് ചെയ്യുമ്പോൾ നന്നായിട്ട് കട്ട് ചെയ്തെടുക്കാനും പറ്റും. ഇതിലേക്ക് പാല് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇടിയപ്പത്തിൻ്റെ അതേ അളവിൽ തന്നെയാണ് പാല്, അതായത് 2 കപ്പ് ഇടിയപ്പത്തിന് അതേ അളവിൽ പാലെടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് ഒരു 1/4 കപ്പ് പഞ്ചസാര ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഒരു നല്ല കൂടുതലായിട്ട് മധുരം വേണമെങ്കിൽ നോക്കിയിട്ട് ചേർത്ത് കൊടുത്താൽ മതി. മധുരം 1/4 കപ്പ് ചേർത്തിട്ട് പിന്നെയും വേണമെങ്കിൽ ഒരു 2 ടേബിൾ സ്പൂണോടൊക്കെ ചേർക്കാം. ഇതിലേക്ക് ഞാൻ 2 ടേബിൾ സ്പൂൺ റവയാണ് ചേർക്കുന്നത്. അപ്പോൾ ചൂടാകുന്നതിന് മുമ്പ് തന്നെ ചേർക്കുമ്പോൾ നന്നായിട്ട് തന്നെ കട്ടയില്ലാതെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ഇത് കുക്ക് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഇത് നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഇതിനി ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കുക, ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്താൽ മതി. ഇതിനി വറ്റി നല്ല തിക്കായിട്ട് വരണം. അപ്പോൾ സേമിയ ആണെങ്കിൽ കുറച്ചും കൂടെ ഒക്കെ പാല് വേണ്ടി വരും. ഇതിലേക്ക് ഒരു കളറിന് വേണ്ടിയിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ട്. ഇതിന് പകരം യെല്ലോ ഫുഡ് കളർ ആയാലും കുഴപ്പമൊന്നുമില്ല, നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ചേർത്ത് കൊടുക്കുക. ഒരു കാണാനൊരു ഭംഗിക്ക് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇത് കുറച്ചൊന്ന് തിക്കായിട്ടുണ്ട്, ഒന്നുകൂടി ഒന്ന് തിക്കായി വരണം. ഇതിലേക്ക് ഞാൻ 1 ടീസ്പൂൺ ഏലക്ക പൊടിച്ചതും നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള നട്ട്സും റൈസിൻസും ചേർത്തിട്ടുണ്ട്. എന്നിട്ട് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ട് തന്നെ ഇളക്കണം. ഇപ്പോൾ ഇത് അത്യാവശ്യം നല്ല തിക്കായിട്ട് വന്നിട്ടുണ്ട്, പാനിൽ നിന്നൊക്കെ വിട്ട് വരുന്നുണ്ട്. ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇത് സെറ്റ് ചെയ്യാനായിട്ടുള്ള ഏത് പാത്രമാണ്, പ്ലേറ്റ്, സ്റ്റീലിൻ്റെ പ്ലേറ്റ് ആയാലും കുഴപ്പമില്ല, അതിൽ കുറച്ച് നെയ്യൊക്കെ തടവിയിട്ട് ഇതിട്ട് കൊടുക്കാം. ചൂടോടെ തന്നെ ഒന്ന് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കണം. ഇതേപോലെ ഒരു സ്പൂണോ അല്ലെങ്കിൽ ഒരു സ്പാച്ചുലോ വെച്ചിട്ടോ നന്നായിട്ടൊന്ന് പ്രസ് ചെയ്തിട്ട് ഇതൊന്ന് നിരത്തി കൊടുക്കാം. എന്നിട്ട് ഇത് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കും. തണുത്ത് കഴിഞ്ഞിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഒന്നുകൂടി ഒന്ന് തണുപ്പിച്ചിട്ട് കട്ട് ചെയ്താൽ അതാണ് ഇഷ്ടമെങ്കിൽ അങ്ങനെ ചെയ്യാം. അല്ലാതെ ചൂട് പോയി കഴിയുമ്പോൾ കട്ട് ചെയ്തിട്ട് കഴിക്കാനും നല്ലതാണ്. ഇപ്പോൾ ഇത് ചൂട് പോയിട്ടുണ്ട്, ഞാൻ തണുപ്പിച്ചൊന്നും എടുത്തിട്ടില്ല. അപ്പോൾ ഇത് സ്പൂൺ കൊണ്ട് വേണമെങ്കിൽ കോരിയിട്ട് കഴിക്കാം, അല്ലെങ്കിൽ ഇതേപോലെ ഒരു പ്ലേറ്റിലേക്ക് കമഴ്ത്തിയിട്ട് കട്ട് ചെയ്തിട്ട് വേണമെങ്കിലും കഴിക്കാം. ഇപ്പോൾ ചൂട് ഒന്നുകൂടി ഒന്ന് പൊക്കഴിഞ്ഞാൽ നന്നായിട്ട് തന്നെ ഇത് കട്ട് ചെയ്തിട്ട് ഷേപ്പ് ആക്കിയിട്ട് എടുക്കാൻ പറ്റും. പിന്നെ ചെറിയ ബൗളിൽ വേണമെങ്കിൽ അങ്ങനെയും സെറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ വളരെ ഈസി ആയിട്ട് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ഒരു സ്വീറ്റാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുത്. ട്രൈ ചെയ്ത് നോക്കിയിട്ട് എന്തായാലും ഫീഡ്ബാക്ക് അറിയിക്കുക. അതുപോലെ കമൻറ്റ് ചെയ്യുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. ലൈക്ക് ബട്ടൺ പ്രസ് ചെയ്യാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ലൈക്ക് ബട്ടൺ പ്രസ് ചെയ്തിട്ട് ലൈക്ക് ചെയ്യുക. പിന്നെ നിങ്ങളുടെ ഫാമിലിക്കോ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനും, അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്